നമസ്കാരം. ഈ അടുത്ത കാലത്തായി വരുന്ന പല രോഗികളിലും ഉറക്കക്കുറവ് ഒരു വലിയ പ്രശ്നമായി കാണുന്നു. മറ്റുള്ള അസുഖങ്ങളായിട്ടായിരുന്നു അവർ വരുന്നത് എങ്കിൽ കൂടിയും ഉറക്കം അവർക്ക് തീരെ ഇല്ല എന്ന് ഭൂരിഭാഗം പേഷ്യൻസും പറയാറുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാം. 1 മിനിറ്റിൽ ഉറക്കം വരുത്തുന്ന ഒറ്റമൂലികൾ, ചില ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞ്, ഒരു ഡ്രിങ്കും ചില ടെക്നിക്സും എന്ന് പറഞ്ഞിട്ട് അത് പലരും കണ്ടിട്ട് താല്പര്യപൂർവ്വം അതൊക്കെ ഫോളോ ചെയ്ത് ചിലർക്കൊക്കെ അതിൻ്റെ റിസൾട്ടുണ്ട്, ചിലർക്ക് കിട്ടിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമായിട്ട് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ആ പ്രഷർ പോയിൻറ്റ്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ട് ഉറക്കം വരാനുള്ള ചില ടെക്നിക്സും ഒന്നുകൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിലുള്ള ക്രമീകരണവും ജീവിതശൈലിയിലുള്ള ക്രമീകരണങ്ങളും എങ്ങനെയാണ് നമുക്ക് ഉറക്കം കിട്ടുക അതിലൂടെ എന്നതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ നമുക്ക് ആദ്യം അത് തന്നെ തുടങ്ങാം. ടെക്നിക്സ് നമുക്ക് അവസാനം ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ടത് നമ്മളുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ്. നമ്പർ 1 ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം. ടെൻഷൻ വിട്ടേ പറ്റൂ. അതായത് ടെൻഷനോടുകൂടി കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടക്കാമെന്ന് മാത്രം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതിന് ടെൻഷൻ ഇപ്പോൾ എങ്ങനെ പോകും? എല്ലാവരും ചോദിക്കുക, എങ്ങനെ ടെൻഷൻ പോകാനാ മാഡം? 100 കൂട്ടം പ്രശ്നങ്ങളല്ലേ? ശരിയാണ്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ ഉള്ളിലേക്ക് അങ്ങ് ആവാഹിച്ച് എപ്പോഴും അങ്ങനെ ഒരു വലിയ ഭാരത്തോടുകൂടി നടക്കാതിരിക്കാൻ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. ഏറ്റവും നല്ലതാണ്. അത് നിങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. 100% നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റും. അതാണ് മെഡിറ്റേഷൻ, റിലാക്സേഷൻ്റെ നമ്മളുടെ ഈ എന്താ പറയുക, ഈ ശ്വാസത്തിൻ്റെ ആ ഗതിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാ ദിവസവും കുറച്ച് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. എനിക്ക് ആദ്യം പറയാനുള്ളത് അതാണ്. രണ്ടാമത്, നമ്മൾ ഈ മോഡേൺ ഗാഡ്ജറ്റ്സുമായിട്ടുള്ള ബന്ധം, എനിക്കറിയാം ഇതിപ്പം ചെയ്തേ പറ്റൂ, എങ്കിൽ കൂടിയും സ്ക്രീൻ ടൈം രാത്രിയാകുമ്പോൾ ഒന്ന് കുറയ്ക്കുക. സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ ഈ ഫോണിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശീലം ഒന്ന് കുറച്ച് വയ്ക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമത് ഉള്ളത്, കിടക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിച്ചിട്ട്, ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. നാലാമത്, സ്ലൈറ്റ് മ്യൂസിക്, ചെറിയ രീതിയിലൊരു പാട്ട് വെച്ചിട്ട്, ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് കിടക്കാം. കിടക്കാൻ നേരത്ത് ഈ മൊബൈൽ ഫോൺ എല്ലാം തന്നെയും ഫ്ലൈറ്റ് മോഡിലിടുക. കംപ്ലീറ്റ് ഇങ്ങനെയുള്ള ഇലക്ട്രിക്, നമുക്ക് അത്യാവശ്യമുള്ള മറ്റുള്ള ഫാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഓൺ ചെയ്യുക. ചെറിയ മ്യൂസിക് വയ്ക്കുക. പിന്നെ ഡാർക്ക് റൂം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഇരുട്ട് ഉള്ള ഭാഗങ്ങളിൽ ഇരുട്ടുള്ള മുറിയിൽ തന്നെ ആയിരിക്കണം കിടക്കേണ്ടത്. ലൈറ്റ് ചെറിയ തോതിലെങ്കിലും വന്നു കഴിഞ്ഞാൽ മെലറ്റോണിൻ്റെ ഉൽപ്പാദനം കുറയും. എന്തുകൊണ്ടാണ് നമുക്ക് ഉറക്കം കുറയുന്നതെന്ന് വെച്ചാൽ മെലറ്റോണിൻ്റെ ഉൽപ്പാദനം ശരിയാവാത്തതാണ്. മെലറ്റോണിനാണ് നമുക്ക് ഉറക്കം തരുന്ന ഹോർമോൺ. അപ്പോൾ ഈ ഉറക്കം തരുന്ന ഹോർമോൺ പീനൈൽ ഗ്ലാൻഡിൽ നിന്നാണ് പുറപ്പെടുവിക്കുന്നത്. അതിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ നല്ല ഇരുട്ടായിട്ട് കിടക്കുമ്പോൾ മാത്രമേ ഈ പീനൈൽ ഗ്ലാൻഡിൽ നിന്ന് മെലറ്റോണിൻ ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ. ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് കുറയും. അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ നല്ല ഡാർക്കായിട്ടുള്ള റൂമിലായിരിക്കണം ഉറങ്ങാൻ. തീരെ ഉറക്കം കുറയുന്നവർ നല്ല ഡാർക്കായിട്ടുള്ള റൂമിൽ തന്നെ ആയിരിക്കണം കിടക്കേണ്ടത്. ഈ ഇടയ്ക്കൂടെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ജനലിൻ്റെ അവിടെ ഇങ്ങനെ കേർട്ടൻസ് ഉണ്ടല്ലോ, കേർട്ടൻസിൽ ചെറിയ ലൈറ്റ് ചിലപ്പോൾ അകത്തേക്ക് വരും. അതുപോലും ശരിയാവില്ല. നല്ലോണം ക്ലോസ്ഡ് ആക്കി കിടക്കുക. പിന്നെ ഇത്രയുമാണ് ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ളത് എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എക്സസൈസിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് വളരെ നല്ലതാണ്. വളരെ ഫാസ്റ്റായിട്ട്, വളരെ ബ്രിസ്കായിട്ടുള്ള മൂവ്മെൻറ്റ്സ് വളരെ നന്നായിരിക്കും. ശരിക്ക് ജിമ്മിൽ പോവുകയോ അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബ്ബിൽ പോവുകയോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുകയോ, ഇതൊക്കെ ഇപ്പം വീഡിയോസ് ഇഷ്ടം പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. എത്ര തരം എക്സസൈസുകളാണ് കിടക്കുന്നത്. എല്ലാവർക്കും ഇപ്പം ഇതുപോലെ ജിമ്മിലും മറ്റും പോകേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഫോണിലുണ്ട്.
അപ്പോൾ വീഡിയോസ് അതിൻ്റെ ഉണ്ട്. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് കിട്ടും. അത് ചെയ്യുക. അതല്ലെങ്കിൽ ഓടുക, അല്ലെങ്കിൽ കുറച്ച് ജോഗിങ് ചെയ്യുക, സ്റ്റെപ്പ് ക്ലൈമ്പിങ്, ഇതൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പം നന്നായിട്ട് ഉറങ്ങുന്നതിന് മുമ്പ്, അതായത് വൈകിട്ടാവുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അതോടുകൂടി അപ്പം ശരീരത്തിനൊരു ആയാസം കിട്ടുന്ന വഴി കുറച്ചുകൂടെ നമുക്ക് കിടക്കുമ്പം ആ റിലാക്സേഷൻ ഉണ്ടാവും, ശരീരത്തിൽ മസിൽസിൻ്റെ റിലാക്സേഷൻ ഉണ്ടാവും. അതോടൊപ്പം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എന്താ ചെയ്യേണ്ടത്? ഭക്ഷണത്തിൽ രാത്രി കഴിക്കുന്ന ഭക്ഷണം ഉറങ്ങുന്നതിന് ഏകദേശം 3 മണിക്കൂറിന് മുമ്പെങ്കിലും നിർത്തിയിരിക്കണം. രാത്രി ഒത്തിരി കട്ടിയായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. പിന്നെ ഒരു 10 മണിക്ക് കിടക്കുന്നെങ്കിൽ ഒരു 7 മണിക്ക് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന സമയത്ത് ഭക്ഷണം വയറിനകത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളതൊരു തത്വമാണ് ഉറക്കം കിട്ടാൻ. വെള്ളം കുടിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പിന്നെ വേണമെങ്കിൽ ലൈറ്റായിട്ട്, ചിലർക്ക് ഭയങ്കരമായിട്ട് ഒരു എരിച്ചിൽ പോലൊക്കെ തോന്നും, അങ്ങനെയുള്ളവർക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ്, മൈൽഡായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാം. വളരെ ഹെവി ആയിട്ടൊന്നും വേണ്ട, മൈൽഡായിട്ടുള്ള ആപ്പിളോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കാം. പേരയ്ക്കൊന്നും അധികം കഴിക്കേണ്ട ആ സമയത്ത്. ഓറഞ്ചോ ആപ്പിള്. പിന്നെ നെഞ്ചരിച്ചിലുള്ളവരൊന്നും ഓറഞ്ച് ഒന്നും രാത്രി കിടക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കണം, പിന്നെ ഫ്രൂട്ട്സിലെന്ന് പറഞ്ഞാൽ ചെറീസ്, ബെറീസ്, അതുപോലെ പാഷൻ ഫ്രൂട്ട്, ഇവയൊക്കെ ഉറക്കം വരാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സാണ്. അപ്പോൾ അതൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. മറ്റൊന്ന്, ഫിഷും നമ്മുടെ മുട്ടയും ഉറക്കം വരാൻ വളരെ സഹായിക്കും. അത് എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ്. നട്ട്സിൻ്റെ വർഗ്ഗത്തിൽ ആൽമണ്ട്സ്, അതായത് നമ്മളുടെ ബദാം, അതുപോലെ തന്നെ പിസ്താഷ്യൂസ്, കാഷ്യൂനട്ട് അല്ല കേട്ടോ, ആൽമണ്ട്സ്, പിസ്താഷ്യൂസ്, അതുപോലെ തന്നെയാണ് വാൾനട്ട്സ്, വളരെ നല്ലതാണ്. ഉറക്കം വരാൻ സഹായിക്കുന്ന വളരെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള നമ്മുടെ നട്ട്സാണ്. അപ്പം ഒരു ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് നല്ലത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അന്നജം കുറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ. അന്നജം രാത്രി മാക്സിമം അന്നജം കുറയ്ക്കുക. കാർബോഹൈഡ്രേറ്റ്, ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് വിത്ത് ഹൈ പ്രോട്ടീൻ ആൻഡ് ഹൈ ഗുഡ് കൊളസ്ട്രോൾ ഡയറ്റാണ് ഏറ്റവും നല്ലത്. അപ്പം പ്രോട്ടീൻ കൂടുതൽ എടുത്തിട്ട് അതോടൊപ്പം കാർബോഹൈഡ്രേറ്റ് ഒന്ന് കുറച്ചിട്ട് അതിന് പകരം നമ്മൾ കൂടുതലായിട്ട് നല്ല കൊളസ്ട്രോൾ, ഞാൻ എപ്പോഴും പറയില്ലേ, വെർജിൻ കോക്കനട്ട് ഓയിൽ, ഓർഗാനിക് വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് വളരെ നല്ലത്. ഭക്ഷണത്തിൽ നമുക്ക് ധാരാളം നട്ട്സുകൾ ഉൾപ്പെടുത്തുക. അതിലേറ്റവും പ്രധാനം വാൽനട്ട്സ്, പിസ്ത ആൻഡ് ബദാം, ഈ 3ഉം ഏറ്റവും നല്ലതാണ്. അതോടൊപ്പം തന്നെ മഗ്നീഷ്യം റിച്ച് ഫുഡ്സും വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. മഗ്നീഷ്യം റിച്ച് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഇലക്കറികളിനകത്ത് വളരെ കൂടുതലാണ് മഗ്നീഷ്യം. പിന്നെ ഈ പറയുന്ന നട്ട്സിലും ഒക്കെ ഉണ്ട്, സീഡ്സിലുണ്ട്, ഡ്രൈ സീഡ്സിലുണ്ട്. അപ്പം ചിയ സീഡൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുക, എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. പിന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ചില ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് ഒന്നുകൂടെ നമുക്ക് കാണിക്കാം. ഉറക്കം വരാൻ നമ്മൾക്ക് സഹായിക്കുന്ന ചില പ്രഷർ പോയിൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കയ്യിലെ ആ ഭാഗം നമുക്കൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭാഗമാണ് പ്രധാനമായിട്ട് നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ പിടിക്കുക, വിടുക, 1 സെക്കൻഡ് പിടിക്കുക, 1 സെക്കൻഡ് റിലീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു 30 പ്രാവശ്യം ചെയ്യുക ഈ ഭാഗത്ത്. ഇത് ഒരു പ്രഷർ പോയിൻ്റാണ്. അടുത്തത് ഇവിടെയാണ്. ഓക്കെ, ഇങ്ങനെ തിരിച്ച് ഈ പൊസിഷനിലാണ് പിടിക്കേണ്ടത്. ഇത് മറ്റൊരു പ്രഷർ പോയിൻ്റാണ്. ഓക്കെ, ഇങ്ങനെ ഇത് ഒരു 30 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഈ അൾനാർ പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു അൾനാർ ബോണുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. അത് ഒരു 30 പ്രാവശ്യം ചെയ്യാം. അങ്ങനെ നല്ലോണം റിലാക്സ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ വേണം കേട്ടോ ഇത് ചെയ്യാൻ. നിങ്ങൾ എന്തെങ്കിലും വളരെ സ്ട്രെസ്ഡ് ആയിട്ടൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ശരിയാവില്ല. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഇവിടെ 4 വിരൽ വെച്ചിട്ട് 4 വിരലിൻ്റെ ഒരു ഡിസ്റ്റൻസ് മാറ്റിയതിന് ശേഷം ഇവിടെ ഈ ഭാഗത്തായിട്ട് പ്രസ് ചെയ്യുക. അങ്ങനെ. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ്. ഇനി ഒന്ന് നമ്മുടെ ചെവിയുടെ പുറകു വശത്ത് ഒരു നല്ലൊരു പ്രൊജക്ഷൻ ഇല്ലേ, ആ പ്രൊജക്ഷനിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. 1 2 3 4 5 6 നേരെ ചെവിയുടെ പുറകുവശം 2 സൈഡിലായിട്ടുണ്ട്. മാസ്റ്റോയിഡ് ബോൺ എന്ന് പറയും. ആ ഭാഗത്ത് നന്നായിട്ടൊന്ന്
പ്രഷർ കൊടുക്കുക. പിന്നെ ഇത്രയും കാര്യമാണ് ഈ ടെക്നിക്സിൻ്റെ കൂട്ടത്തിലുള്ളത്. പിന്നെ ഉറങ്ങുന്ന സമയത്ത് നല്ല ലൂസ് ക്ലോത്ത്സ് നല്ലതാണ്. നമ്മൾ ഭയങ്കര ടൈറ്റായിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും ഇടരുത്. അപ്പോൾ ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് ഇതിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു നല്ല ടെക്നിക്കുണ്ട് കേട്ടോ, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 10 മണി, വൈകിട്ട് 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 10 മണി വരെ ഉള്ള സമയം ഭക്ഷണങ്ങൾ കഴിക്കാതെ, പിന്നെ രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെ ഭക്ഷണം കഴിക്കുക. നമ്മൾ കഴിക്കുന്ന ആസ് യൂഷ്വൽ ഭക്ഷണങ്ങൾ കഴിക്കുക. 6 മണിയാകുമ്പോൾ വൈകിട്ട് 6 മണിയാകുമ്പോൾ ക്ലോസ്, പിന്നെ അടുക്കള ക്ലോസ് ചെയ്യുന്ന പോലെ. പിന്നെ നമ്മൾ വെള്ളവും അതുപോലെ തന്നെ ടീയും കോഫിയും നന്നായിട്ട് കുറയ്ക്കണം കേട്ടോ. ഉറക്കം കുറയുന്നവർ, അത് പറയാൻ ഞാൻ വിട്ടുപോയ കാര്യമാണ്. ടീയും കോഫിയും അത്യാവശ്യം ഇങ്ങനെയുള്ള കുറച്ച് എയറേറ്റഡ് ഡ്രിങ്ക്സും ഒന്നും കഴിക്കരുത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക. ആപ്പിൾ സിഡർ വിനിഗർ കുറച്ച് ചേർത്തിട്ടൊരു വെള്ളം കുടിക്കാം. ഗ്രീൻ ടീ കുടിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ കരിഞ്ജീരക ചായയും കുടിക്കുക. അതൊന്നും പെട്ടെന്ന് ഉറക്കം കുറയ്ക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ രാത്രി വെള്ളം മാത്രം, ഇങ്ങനെയുള്ള വെള്ളം മാത്രം കുടിച്ചിട്ട് പിറ്റേ ദിവസം 10 മണിയാകുമ്പോഴത്തേക്ക് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. ആ സമയങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറക്കം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഉറക്കം വരാത്തവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് എന്നെ വിവരം അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എക്സൈറ്റിംഗ് വീഡിയോയിൽ.